ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടി ആ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ ആ നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാർച്ച് 22 അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോൾ കൊടുവള്ളിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പി കെ ഫിറോസ്, കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന പി കെ ഫിറോസിന്റെ വാക്കുകളാണ്. ഞാൻ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, UDF സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മളത് നടപ്പിലാക്കും. കൃത്യമായിരുന്നു ആ വാക്കുകൾ. ഫിറോസ് അന്ന് പറഞ്ഞു, ഇന്നലെ അത് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടത് ചെയ്ത് കാണിച്ചു. നമ്മളത് പൂട്ടിക്കും എന്ന് ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കാണാൻ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് കൊടുവള്ളിയിൽ നിന്ന് ഈ വരുന്ന ആ ഫോൺ കോളുകൾക്ക് PK ഫിറോസ് തുരുതുരാ മറുപടി പറയുന്നുണ്ടായിരുന്നു. നമ്മളത് പൂട്ടിക്കും, പറഞ്ഞ വാക്ക് പാലിച്ചു. PK ഫിറോസ് ഇതേ ഫ്രഷ് കട്ടിൻ്റെ സമരവേദിയിൽ ചെന്നിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്. വെറുതെ വന്ന് വർത്തമാനം പറഞ്ഞു പോകുന്നതല്ല. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി പറയുകയാണ്. അധികാരത്തിലെത്തിയാൽ നമ്മളത് പൂട്ടിക്കും. പൂട്ടിച്ചു എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രി, ഇന്നലെ വൈകിട്ടോടെ കൂടിയാണ് ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തേക്ക് വരുന്നത്. അല്ലേ? ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തേക്ക് വരുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കാണുന്നത് കൊടുവള്ളിയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ആളുകൾ ഈ പറയുന്ന ഒരു ആഘോഷരാവ് പോലെ തെരുവിലിറങ്ങുന്നതാണ്. തങ്ങളുടെ സമരം വിജയിച്ചതിൻ്റെ ഒരു ആഹ്ലാദം അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ പോലും FIR ഇട്ടിരുന്നു പിണറായി വിജയൻ്റെ പോലീസ്. പിണറായി വിജയൻ്റെ പോലീസ് പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ. നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന സമരത്തെ പൊളിക്കാൻ വേണ്ടി എല്ലാ നാറിയ കളികളും CPM കളിച്ചതാ. EP ജയരാജൻ എന്ന് പറയുന്ന ചിറ്റപ്പൻ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു സമരത്തെ പൊളിക്കാൻ വേണ്ടിയുള്ള പരിപാടി. മനസ്സിലായില്ലേ? അതൊന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്? എല്ലാം കത്തിക്കുക, ഭീകരത ഉണ്ടാക്കുക, പോലീസിനെ ആക്രമിക്കുക, വാഹനങ്ങൾ കത്തിക്കുക, ഇത് അക്രമപരമായൊരു സമരമാണ്. ഇവിടെ കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു വളരെ ഭീകരമായൊരവസ്ഥ, അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാവിഭാഗമാണ്. ആ സേനാവിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അവർക്ക് പ്രതിഷേധിക്കാനുമുള്ള എല്ലാ അവകാശമുണ്ട്. ഇവിടെ ഒട്ടനവധി നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ അറിയാം, നമ്മുടെ ഏച്ചൂരിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. കുറേ കാലം അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി, എല്ലാവരും ചേർന്ന് പ്രക്ഷോഭം നടത്തി. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. എത്രയോ കാലം നീണ്ടുന്ന സമരമായിരുന്നു ഇത്. അവിടെ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായി ചിലപ്പോൾ പ്രക്ഷോഭം വരും, പലരും സഹകരിക്കും, സഹായിക്കും. അതൊക്കെ ഒരു പ്രക്ഷോഭം. അത് ഗവൺമെന്റ് ഗൗരവത്തിൽ പരിഹരിച്ചു പോകുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല, ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നലെ രാവിലെ മുതൽ അവിടെ ജനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്ഷോഭമാണ്. പക്ഷെ അത് അക്രമാസക്തമാകുന്നതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാം കത്തിക്കുക, ഭീകരത ഉണ്ടാക്കുക, പോലീസിനെ ആക്രമിക്കുക, വാഹനങ്ങൾ കത്തിക്കുക, ഇത് അക്രമപരമായൊരു സമരമാണ്. ഈ അക്രമപരമായ സമരം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത്. ജനങ്ങളെ തെറ്റായ നിലയിലേക്ക് നയിച്ച് ജനങ്ങളുടെ ഈ യഥാർത്ഥ സമരത്തെ വഴിതിരിച്ചു വിടുക. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ശരിയായ നിലയിൽ കണ്ട് പരിഹാരമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഗവൺമെന്റ് ചെയ്യും. ഇപ്പോഴെന്താ സൃഷ്ടിച്ചിരിക്കുന്നത്? പോലീസിനെ ആക്രമിച്ച് ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം, ജനങ്ങളുടെ ഡിമാൻഡ്സ് അതിന് അക്രമത്തിലേക്ക് തിരിച്ചുവിട്ട് അപകടകരമായൊരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്.
അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീകര സംഭവം ഇതായിരുന്നു EP ജയരാജൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, പൊളിറ്റിക്കൽ ക്രിമിനൽ പറഞ്ഞ വാക്കുകൾ. ഈ സമരം ചെയ്ത ആ അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് എന്ന് വേണ്ട എല്ലാവരെയും അധിക്ഷേപിക്കുക, വ്യാജങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഏർപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമരത്തെ പൊളിക്കാൻ സമര ചെയ്ത സമരക്കാരെ തീവ്രവാദികൾ എന്ന് വരെ വിളിക്കാൻ ഈ EP ജയരാജനെ പോലെയുള്ള നാറികൾ ഇറങ്ങി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും വലിയ സമരം നടന്നിട്ട് സമരത്തിൽ പങ്കെടുത്ത ആളുകളെ വേട്ടയാടുന്നതിന് പകരം ഒരു സമരത്തിന് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന സമീപവാസികളെ കേൾക്കാനോ പിണറായി വിജയനോ പിണറായി വിജയന്റെ ക്രിമികീടങ്ങളോ പിണറായി വിജയൻ പോലീസോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ കളിച്ചാലും ആ സമരം പൊളിക്കണം എന്നുള്ളതായിരുന്നു. കാരണം എന്താ, EP ജയരാജൻ അടക്കം അതിൽ പങ്കുണ്ടായിരുന്നു. ഫ്രഷ് കട്ടിലെ ഷെയർ ഓഹരി ഉടമയാണ് ഈ EP ജയരാജൻ. ബിനാമിയാണ്, ബിനാമി സ്ഥാപനമാണ്. അപ്പോൾ ആ ഫ്രഷ് കട്ട് പറയുന്ന കട്ടിപ്പാറ, താമരശ്ശേരി, ഇതിന് സമീപ പ്രദേശങ്ങൾ അവിടങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ദുരന്തം അത് വിവരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾ അങ്ങനെ അങ്ങ് തെരുവിലിറങ്ങി 6 വർഷക്കാലമാണ് പോരാടിയത്. ഭരണകൂടം പണം വാങ്ങി, അച്ചാരം വാങ്ങി, മറ്റു പലരുടെയും കൂടെ കൂടി ഈ സമരത്തെ, സാധാരണക്കാരൻ്റെ സമരത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടെടുത്തെന്നാണ് പിന്നീട് അങ്ങോട്ട് 2026 മാർച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ PK ഫിറോസ് എന്ന് പറയുന്ന കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥി പറഞ്ഞത്, വിജയിച്ച് കയറി UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കഥ തീർക്കും. പൂട്ടിച്ചു ഫിറോസ് പൂട്ടിച്ചു. ഫിറോസ് ഇന്നലെ നിയമസഭയിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരു സബ്മിഷൻ വെച്ചു ഈ വിഷയത്തിൽ. അന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയത്, ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അവരെ പഠിക്കാൻ ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, ആ റിപ്പോർട്ടിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം, പൂട്ടിക്കുവാനുള്ള തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കവും ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതൽ ദുസ്സഹമാക്കിയപ്പോൾ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കണ്ട് ഫിറോസ് പറഞ്ഞത് ഒരൊറ്റ വാക്കാ, അവിടെ ജനങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ സാധിക്കുന്നില്ല. രണ്ടിലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. UDF സർക്കാർ ജനകീയമായി മുന്നേറിക്കൊണ്ടിരിക്കുക. രണ്ടിലൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഉടനടി നിർദ്ദേശം നൽകി, ഉത്തരവിറക്കി, ഫ്രഷ് കട്ട് പൂട്ടി. ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ ചില ഈ പൂട്ടിയതിൽ മറ്റേ പൃഥ്വിരാജ് മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഗാന്ധിയെ കൊന്നതിലും രണ്ടഭിപ്രായമുള്ള നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ, നിങ്ങളൊന്ന് ആലോചിക്കണം, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയ ഒരു സ്ഥാപനം പൂട്ടിയപ്പോൾ സഖാക്കള്, ക്രിമികീടങ്ങൾ ഇന്നിറങ്ങിയിരിക്കുക. എന്താണ്? ഞങ്ങളുടെ അന്നം മുട്ടിച്ചു. സംഭവം ശരിയാട്ടെ, ഇവർ പറയുന്നത് അന്നം മുട്ടിയത് തന്നെയാ. അത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഇവരുടെ അന്നം പല രീതിയിൽ മുട്ടിക്കൊണ്ടിരിക്കുകയപ്പോൾ ഭരണം പോയത് മുതൽ കൈയിട്ട് വാരിയിട്ടുള്ള നക്കല് അത് മുട്ടിയിട്ടുണ്ട്. ഭരണം പോയതിൽ പിന്നെ പിരിവ് നടത്തിയിട്ടുള്ള നക്കല് അത് മുട്ടിയിട്ടുണ്ട്. ഭരണം പോയതിൽ പിന്നെ അങ്ങനെ പലതും മുട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഭരണം പോയതിൽ പിന്നെ ക്ലിഫോസിൽ, പിണറായി വിജയൻ ക്ലിഫോസിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നക്കൽ പരിപാടി ഉണ്ടായിരുന്നു, അതും മുട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതും മുട്ടി. മനസ്സിലാക്കണം, പോലീസിനെ വിലക്ക് വാങ്ങി, ഭരണാധികാരികളെ വിലക്ക് വാങ്ങി, ഒരു നാടിനെ ഒന്നടങ്കം ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. EP ജയരാജൻ എന്ന് പറയുന്നത്, EP ജയരാജൻ ഒരു രാഷ്ട്രീയക്കാരനൊന്നല്ല. EP ജയരാജൻ ഒന്നാം തരം ബിസിനസ്സുകാരനാ. EP ജയരാജനില്ലാത്ത ബിസിനസ് ഇല്ല. മസാജ് സെന്ററുകൾ മുതൽ തുടങ്ങി എന്തൊക്കെ അശ്ലീലങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് EP ജയരാജൻ. അതിലൊന്നായിരുന്നു ഈ ഫ്രഷ് കട്ട്. ഈ ഫ്രഷ് കട്ടിൽ EP ജയരാജനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സമരക്കാരെ തീവ്രവാദികൾ എന്ന് വിളിക്കുക. EP ജയരാജൻ എന്തൊക്കെ ചെറ്റത്തര കാണിച്ചതെന്നറിയാമോ? എന്താണെങ്കിലും ഫിറോസ് അന്നേ പറഞ്ഞു,
പൂട്ടിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെയും സെക്രട്ടേറിയറ്റിന് മുന്നില്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നില് ഫിറോസ് നിൽക്കുമ്പോൾ ഫിറോസിന് വരുന്ന കോളില് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നമ്മളത് പൂട്ടിക്കും. സാക്ഷിയുണ്ട്. സാക്ഷിയാണ് രാഹുൽ മാങ്കൂട്ടം. അന്ന് പറഞ്ഞത് ഇന്ന് ഫിറോസ് ചെയ്ത് കാണിച്ചു. പൂട്ടിച്ചു ഫ്രഷ് കട്ട് അല്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയേ, താമരശ്ശേരിയിൽ, കട്ടിപ്പാറയിൽ, ഈങ്ങാപ്പുഴയിലടക്കം ജനങ്ങൾ അങ്ങ് തെരുവിലിറങ്ങിയിട്ട് ആഘോഷിക്കുക. കാരണം എന്താ? അത്രമാത്രം ഗതികെട്ടായിരുന്നു ഇതുകൊണ്ട്. മനസ്സിലായില്ലേ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ പോലും താമരശ്ശേരി പോലീസ് കേസെടുത്തു. പിണറായി വിജയന്റെ പോലീസ് നട്ടപ്പാതിരാക്ക് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകൾ കയറി തട്ടിമുറിച്ച് ആക്രമിച്ചു. സ്ത്രീകളെ പോലീസുകാരനെ ആക്രമിക്കുന്നത് എന്തിനു വേണ്ടി? അപ്പോ ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് പിന്നിൽ ചില്ലറക്കാരൊന്നല്ല ഉണ്ടായിരുന്നത്. എല്ലാം ബിനാമി സ്ഥാപനങ്ങളായിരുന്നു. അടച്ചുപൂട്ടി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഫിറോസ് അന്നേ പറഞ്ഞതാ, ഫിറോസ് അത് ചെയ്ത് കാണിച്ചു എന്നുള്ളതാ.